സർ, നമ്മുടെ സംസ്ഥാനത്ത് നല്ല ക്രമസമാധാന നിലയിലുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിലാണ് നമ്മെ വിലയിരുത്തുന്നത്. ക്രമസമാധാന പാലനം തങ്ങളുടെ കൂടി ആവശ്യമാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾ പോലീസിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന അന്തരീക്ഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. കുറ്റാന്വേഷണ മികവിൽ ദേശീയ തലത്തിൽ തന്നെ മുൻനിരയുള്ള സംസ്ഥാന പോലീസ് കഴിഞ്ഞ വർഷം തെളിയിച്ച പ്രമുഖ കേസുകൾ വലിയ വാർത്തയായതാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ MDMA വേട്ടയിൽ 3.407 കിലോഗ്രാം MDMAയും പ്രതിയെയും കാസർഗോഡ് പോലീസിന് പിടികൂടാനായി. രാജ്യത്താദ്യമായി മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രം ഹൈദരാബാദിൽ നിന്ന് കണ്ടെത്തുകയും ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേരള പോലീസാണ് അത് ചെയ്തത്. സർ, 7,64,00,000 രൂപയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പിൻ്റെ മുഖ്യ പ്രതികളെ ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് പിടികൂടി. അന്തർ സംസ്ഥാന ലഹരി കടത്ത് സംഘത്തലവനെ ഒഡീഷയിൽ നിന്ന് പിടികൂടി. കേരളം കണ്ട ഏറ്റവും വലിയ ആസൂത്രിത ATM കൊള്ള നടത്തിയ പ്രതികളെ തൃശ്ശൂർ പോലീസ് പിടികൂടി. സൈബർ തട്ടിപ്പിലൂടെ 4 കോടി രൂപ അപഹരിച്ച പ്രതികളെ രാജസ്ഥാനിൽ നിന്ന് കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് പിടികൂടി. കണ്ണൂർ വളവട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവൻ സ്വർണവും കവർന്ന കേസിലെ പ്രതിയെ കണ്ണൂർ സിറ്റി പോലീസ് വിദഗ്ധമായി പിടികൂടി. ഇപ്പോൾ വ്യാപകമായ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൻ്റെ മുഖ്യ പ്രതിയെ ബംഗാളിൽ നിന്ന് കേരള പോലീസ് പിടികൂടി. കാസർഗോഡ് പൂച്ചക്കാട് സ്വദേശിയായ വ്യാപാരിയിൽ നിന്നും മന്ത്രവാദത്തിൻ്റെ പേരിൽ 5 കിലോഗ്രാമോളം സ്വർണം തട്ടിയെടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഭീതി പടർത്തിയ കുറുവ സംഘാംഗത്തെ അറസ്റ്റ് ചെയ്തു. ചെറുവണ്ണൂർ ജ്വല്ലറി കവർച്ച കേസ് പ്രതികളെ നേപ്പാൾ അതിർത്തിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതെല്ലാം ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസം കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ച ഷാരോൺ വധക്കേസ് പോലീസ് കുറ്റാന്വേഷണ മികവിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ്.